എങ്ങനെയാണ് ഒരു പാട്ട്, how do you make a singer sing it? എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തൊന്ന് പാടുന്നത്? പ്രോബ്ലി യു കെൻ യൂസ് അലീറ്റ റൈറ്റ് നൗ. എനിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ സിംഗേഴ്സിന് പാട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ അലീറ്റ ചെറിയ കുട്ടിയാണ്, അപ്പോൾ ചെറിയ അത് കുഴപ്പമില്ല മോളെ. എങ്ങനെയാണ് ഞാൻ പറഞ്ഞിരുന്നത്, കറക്റ്റായിട്ട് അങ്ങനെ പാടാൻ പറ്റിയില്ലെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ? നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ആദ്യം അതിൻ്റെ ട്യൂൺ ഇടും. എന്നിട്ട് ആ ട്യൂൺ ഒരു ലിറിസിസ്റ്റിനെ കേൾപ്പിച്ച്, അതായത് തീർച്ചയായിട്ടും അത് ഡയറക്ടർ കൺഫേം ചെയ്തതിന് ശേഷം ലിറിസിസ്റ്റുമായിരുന്ന് അങ്ങനെ ആ ട്യൂണിനാണ് പലപ്പോഴും ലിറിക്ക് ഇടാറുള്ളത്, വരികൾ എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ എന്തായാലും ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ടുള്ള ഒരു ട്യൂൺ ആയത് കാരണം കൊണ്ട് ലിറിക്ക് എഴുതിയിട്ടില്ല. അപ്പോൾ അലിറ്റയ്ക്ക് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ, അത് നോക്കോ? നമ്മുടെ ഈ 3-4 ടൈമിങ് 1 2 3 2 2 3 ആ ടൈമിങ്ങിലാണ് പാട്ട് പോകുന്നത്. താനീനേ 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 താന താന താനീനേ താനീനേ താനീനാ താനീനാനാ താന 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 താനീനേ 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 താന താന താനനേ താനനേ. ശരിക്കും ഒരു സിംഗറിന്റെ പാട്ട് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വരിയായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ലിറിക്കും കൂടെ ഉണ്ടാവും. കാരണം എന്നാലല്ലേ കറക്റ്റ് ആയിട്ട് അവർക്ക് പാടാൻ പറ്റുള്ളൂ. I'm going to come to some songs which you have heard of when you were recently. Yeah. Right? And ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ട്. Right? And I want to hear it from you as well. ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ മലരുണി മന്ദാര മലരി മഞ്ചാടി മണി ചഞ്ചാടു മഴകി പുതുമലരി പുന്നാര മലരി എന്നോമൽ കണി എൻ കുഞ്ഞു മലരി ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ ലാലി ലാലി ലേ ലാലി ലാലി ലേ ലോ. I want to ask you about your musical influences. ചെറുപ്പത്തിലെ തൊട്ട് കേട്ടോ 4 ആർട്ടിസ്റ്റ് or your favorite tunes എന്തൊക്കെയായിരുന്നു? ഞാനൊരു ലേറ്റ് 70s 80s ആ സമയത്തൊക്കെയാണ് പാട്ടുകൾ കൂടുതൽ കേട്ട് തുടങ്ങിയത്. അതായത് നമ്മുടെ ഒരു ഓർമ്മ വെച്ചിട്ടുള്ള ഒരു സമയം ആ ടൈമാണല്ലോ എന്തായാലും. അപ്പോൾ എൻ്റെ പാരൻസ് എൻ്റെ സോങ്സ് ഒക്കെ കേൾപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല ഹിന്ദി സോങ്സിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് റഫി സാഹിബിൻ്റെയും മുകേഷിൻ്റെയും ഹേമന്ത് കുമാർ, തലത് മെഹമ്മൂദ്, ഇങ്ങനെയുള്ള ഒരുപാട് സിംഗേഴ്സിൻ്റെ പാട്ടുകൾ എനിക്ക്, ലതാജിയുടെയൊക്കെ പാട്ടുകളൊക്കെ എനിക്ക് കേൾപ്പിച്ച് തരാറുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഭയങ്കര ഒരു റഫി ഫാനായിരുന്നു. സമ്മർ വെക്കേഷനൊക്കെ നാട്ടിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തൊക്കെ ഒരുപാട് പാട്ടുകൾ അങ്ങനെ കേൾക്കാറുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫാദറും ഈ പറയുന്നതുപോലെ തന്നെ മലയാളവും അതുപോലെ തന്നെ ഹിന്ദി സോങ്സ് അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ പാട്ടുകൾ എന്നെ കേൾപ്പിക്കാം. ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. If you look at international artists, okay, and we're coming to visually challenged artists, there are quite a few. Yeah. Right? And you obviously are one of them. Right? പക്ഷേ ഇപ്പം നമ്മൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ, if you come to India, probably visually challenged people who are in the music industry is very less. Or let's say even ഇനി ഒരു wider sphere നമ്മൾ നോക്കുകയാണെങ്കിൽ challenged, let's say mentally or physically challenged people who come forward in entertainment industry is very less. എന്തായിരിക്കും, what do you think, അഫ്സര, അതിൻ്റെ കാരണം എന്താണ്? ഇല്ല, ബേസിക്കലി നമ്മുടെ ഇൻട്രസ്റ്റാണ് നമ്മളെ ഓരോ മേഖലയിലേക്കും എത്തിപ്പെടുത്തുന്നത്. എനിക്ക് മ്യൂസിക്കിനോട് ഇഷ്ടമുണ്ടായിരുന്നു, അതുപോലെ തന്നെ സിനിമയോട് ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിച്ചു. ആ ഫീൽഡിൽ മാക്സിമം ഒരു ആർട്ടിസ്റ്റായിട്ടും പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മ്യൂസിക് ഡയറക്ടറായിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു.
അപ്പോൾ തീർച്ചയായിട്ടും ഇതിനോട് പേഴ്സണലി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ഇത്തരം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്, കാരണം അത് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് കൂടുതൽ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ എനിക്ക് പേഴ്സണലി പറയാനുള്ളത്, എത്ര വിഷ്വലി ചാലഞ്ച്ഡ് അല്ലെങ്കിൽ എന്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിലും നമുക്ക് പേഴ്സണലി എന്തിനോടാണ് ഇൻട്രസ്റ്റ് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാമെങ്കിൽ, നല്ല ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു മേഖലയിലാണെങ്കിലും, ഇപ്പോൾ എല്ലാവർക്കും മ്യൂസിക്കിനോട് ആയിരിക്കണമെന്നില്ല താല്പര്യമുള്ളത്, ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പ്ലസ് പോയിന്റ്സ് അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് അവർക്ക് തന്നെത്താനെ തിരിച്ചറിയാൻ പറ്റി, അവരുടെ കുറവുകൾ പരിഹരിച്ച് അതുപോലെ തന്നെ അവർക്ക് എന്തൊക്കെയാണ് ഒരു പ്ലസ് പോയിന്റ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർക്കാണെങ്കിലും നല്ലൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്ത് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെയും മറ്റുള്ള നോർമൽ ആൾക്കാരുമായിട്ട് ഇടപഴകാനായിട്ട് അവരുടെ പാരൻസ് സമ്മതിക്കണം. അങ്ങനെ എല്ലാവരുമായിട്ട് ഒരേപോലെ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കിൽസ് ഒക്കെ വളരെയുള്ളൂ. അവർക്ക് എങ്ങനെ ആളുകളെ അല്ലെങ്കിൽ വേൾഡിനെ എങ്ങനെ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ പുറത്തു വരുന്ന സമയത്ത് നന്നായിട്ട്, ഇപ്പോൾ നമ്മളൊരു സൊസൈറ്റിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പല പ്രോബ്ലംസ് ഉണ്ടാവും നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്തായാലും വളരെ പ്രോപ്പർ ആയിരിക്കണം എന്തായാലും. Afzal, coming to one of the biggest hits of your career, Emmanuel. Okay, and it's probably a cinema that star casting kudi karanamana, probably it's become even bigger, and that songs became very famous. Mammootty was cast for a second time again. You had a chance to work for a movie in which he was there, alle? അപ്പോൾ ആ പാട്ടുകളുടെ എങ്ങനെയായിരുന്നു അത് റെക്കോർഡിങ്ങും അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ലാൽ ജോസ് ചേട്ടനെ 2004 മുതൽ പരിചയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്തിരുന്ന ഒരു സ്റ്റേജ് ഷോയുടെ ടൈറ്റിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ടൈറ്റിൽ സോങ് ഞാൻ ചെയ്തിരുന്നു. ആ ഷോ ഡയറക്റ്റ് ചെയ്തിരുന്നത് ലാൽ ജോസ് ചേട്ടനായിരുന്നു. അപ്പോൾ 2004 മുതൽ ചേട്ടനായിട്ട് നല്ല അടുപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ അതുവഴി ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബുജനാടൻ ചേട്ടൻ, അതുപോലെ തന്നെ രഞ്ജിത്ത് ചേട്ടൻ, ഇവരെയൊക്കെ പരിചയപ്പെടുന്നത്. 2007 അല്ലെങ്കിൽ 2008 ഒക്കെ ആയിരുന്ന സമയത്ത് ചേട്ടൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, നമുക്ക് എന്തായാലും ഒരു പടം ചെയ്യാം, പക്ഷെ നീ എപ്പോൾ എന്നൊന്നും എന്നോട് ഒരിക്കലും ചോദിക്കരുത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 2011 ഞാൻ ലാൽ ജോസ് ചേട്ടന് വേണ്ടിയിട്ട് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ചെയ്തിരുന്നു. ലാലുവേട്ടനായിരുന്നു അത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡയമണ്ട് നെക്ലസിന്റെ ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ഞാൻ വിസ്മയിൽ നിൽക്കുന്ന സമയത്ത് വിസ്മയ മാക്സ് എന്നോട് പറഞ്ഞു, അടുത്ത പടം നമുക്ക് ഒരുമിച്ച് ചെയ്യാം, മമ്മൂക്ക പടമാണ്, അതുപോലെ തന്നെ ഇമ്മാനുവൽ എന്നാണ് പേര്, അതുപോലെ തന്നെ മമ്മൂക്കയുടെ പടം, പിന്നെ ഫഹദ് അഭിനയിക്കുന്ന ഫിലിം, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പം അതിലെല്ലാം ഉപരിയായിട്ട് ഞാനൊരു വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാൾ കൂടി ആയത് കാരണം കൊണ്ട് ശരിക്കും എനിക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടെ ചെയ്യാൻ സാധിച്ചിരുന്നു. കാരണം ഞാൻ ഈ പടം ചെയ്യുന്ന സമയത്ത് ലാലുവേട്ടനോട് പറഞ്ഞിരുന്നു എനിക്ക് അത് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. ചേട്ടൻ പറഞ്ഞു, അങ്ങനെ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തോളൂ എന്ന് പറയുകയും അതിന് വേണ്ടിയിട്ട് ഫിലിം റിലീസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഒരു 2-3 ആഴ്ച മുമ്പേ തന്നെ ഫുൾ ഫിലിം എഡിറ്റ് ചെയ്ത് എനിക്ക് ടൈം എടുത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാലുവേട്ടൻ ഫിലിം ഫൈനലൈസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ഗോഡ് ഫോർ സെയിൽ, അതുപോലെ തന്നെ പറങ്കിമല, ഇങ്ങനെയുള്ള ചിത്രങ്ങൾക്കൊക്കെ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരവും എനിക്ക് ഇമ്മാനുവലിന് ശേഷമാണ് കിട്ടുന്നത്. Let's hear a song from Emmanuel then. Sure. Yeah. മാനത്തുദിച്ചത് മണ്ണിൽ വീരിഞ്ഞല്ലോ മാണിക്കപ്പൂങ്കുയിലാണ്, ഇനി പറക്കണം പാട്ടൊന്ന് പാടണം കൂടെ ഇരിക്കാൻ വാ. ഇനിയും തീയും കൊള്ളില്ല, കനവുകളിതിലെ കതിരുളിന്നരികെ കനലുകളും നഗരിൽ കുളിരല വന്നിവിടെ എങ്ങെങ്ങും പൊന്നോടക്കിളി വന്നത് പോലുണര്.